28 വർഷമായിട്ട് ഇവൻ എൻ്റെ കൂടെ. ഇവൻ സംസാരിക്കൂല, ഇവന്റെ ഭാര്യ സംസാരിക്കൂല, പക്ഷെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകും. ചീരയല്ല, തവര. തവര തവര നല്ല ഹെൽത്തി ഫുഡാണ്. നമസ്കാരം കേട്ടോ. എൻ്റെ കൂടെ ഉള്ളത് ഹാരിസ്കയാണ്. അപ്പം ഞാനിവിടെ ഒരു ഹോം സ്റ്റേക്ക് വന്നതാണ്. അപ്പം സീഷെൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു, അടിപൊളി. അപ്പം നമ്മളൊരു വീഡിയോയും കൂടെ എടുക്കണം എന്ന് തോന്നി, കാരണം അടിപൊളിയാണ്. നമ്മുടെ കടലിൻ്റെ സീനറി എന്ന് പറഞ്ഞാൽ ഒരു വെടിക്കെട്ട് സാധനമാണ്. അങ്ങനെ ഒരുപാടുണ്ട്. തേനീച്ച വളർത്തലും പച്ചക്കറിയൊക്കെ ഉണ്ടല്ലേ ഇതിന്റെ ബാക്കിലുണ്ട്. അങ്ങനെ വരുന്നവർക്കെല്ലാം ആസ്വദിച്ചിട്ട് പോവാ. സ്റ്റേജ്, പിന്നെ പാർക്ക്, ചെറിയ സെറ്റപ്പിൽ വലിയ സംഭവങ്ങൾ അല്ലേ എന്ന് പറയാ. എന്നുവെച്ചാല് ഇവിടെ എത്ര അടിപൊളിയാക്കാൻ പറ്റുമോ ഈ ഏരിയ അത്ര മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ താമസിച്ചു. നല്ല രസമുണ്ട് ഈ ഭാഗങ്ങളെ കാണാൻ. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ആരിഷ്കായോട് ചെയ്യാം. ആരിഷ്ക നമസ്കാരം. അപ്പം നമ്മള് പിന്നെ ഇവിടെ ഇതൊരു പഴയ തറവാട് പോലത്തെ എന്തായിരുന്നു അല്ലേ? അതെ, ചെറിയ പഴയൊരു വീടായിരുന്നു. പഴയൊരു വീടായിരുന്നു. ചെറിയൊരു ഓൾട്രേഷൻ ഒക്കെ ചെയ്ത് ഒന്നും കൂടി പഴയ സ്റ്റൈലിലേക്ക് മാറ്റിയെടുത്തു. ഓക്കെ. അപ്പം ഇവിടെ ഈ സ്റ്റേജ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റേജ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡിന് മുമ്പേ വരെ നമുക്ക് നവംബർ മുതൽ മാർച്ച് വരെ കംപ്ലീറ്റ് ഇംഗ്ലീഷുകാരായിരുന്നു വന്നോണ്ടിരുന്നത്. നമ്മൾ ഈ ഏരിയ തേച്ചു ഇംഗ്ലീഷുകാരെ മെയിൻ കണ്ണൂരിൽ വരുന്ന 90% ഇംഗ്ലീഷുകാർ വരുന്ന ഒരു ഏരിയയാണ് ഈ തോട്ടട ബീച്ച് എന്ന് പറയുന്നത്. നമ്മളെ ഇവിടുന്ന് മുതൽ കടലായി ബീച്ച് മുതൽ മുഴപ്പലങ്ങാട് എത്തുന്ന വരെയുള്ള ഏരിയകളിൽ ഒരു 4-5 ചെറിയ ചെറിയ ബീച്ചുകൾ. അതിന് മെയിൻ ബീച്ചാണ് തോട്ടട. അപ്പൊ ഈ ഏരിയയിലാണ് കണ്ണൂരിൽ വരുന്ന എല്ലാ ഇംഗ്ലീഷുകാരും വരാം. എന്തായാലും പ്രത്യേകത ഇവിടെയൊക്കെ പല പ്രോപ്പർട്ടിക്കും അവരവർക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് എൻട്രൻസ്. ബീച്ചിൽ പോയാൽ പിന്നെ വലിയ ക്രൗഡൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകളൊക്കെ വളരെ ശാന്തരാണ്, എല്ലാവരും ഫ്രണ്ട്ലിയാണ്. അപ്പൊ അതുകൊണ്ട് അവർ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ കോവിഡ് ആയതിനു ശേഷം പിന്നെ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഈ സ്പേസ് ഉള്ളപ്പോൾ ചെറിയൊരു ഗെറ്റ് ടുഗദർ പ്രോഗ്രാമിനൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടൊന്ന് ഒരുക്കി. അപ്പൊ ഒരുപാട് ഡെസ്റ്റിനേഷൻ മാരേജ് ഒക്കെ കല്യാണത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ, കല്യാണത്തിനൊക്കെ അപ്പൊ ആ കോവിഡിന് ശേഷം ആളുകൾ 100 ആളുകൾ ചെറിയ. അപ്പൊ അതിന് വരെ നന്നായിട്ട് ചെയ്തു പോയപ്പോ നല്ലൊരു പബ്ലിസിറ്റി ഒരുപാട് ആളുകൾ ചെയ്യുന്നല്ലേ. പിന്നെ താഴോട്ടേക്ക് ഭയങ്കര രസമാണ്. ആ നേച്ചുറൽ അതേപോലെ ഒന്നും നമ്മളിപ്പോ മുള കൈക്ക് ഇറങ്ങിപ്പോന്ന പിടി വരെ ഒരു മുള കൊണ്ട് കുത്തി അതിപ്പോ പൊട്ടിപ്പോയി രണ്ടാമത് ഭയങ്കര രസമുണ്ട്. താഴോട്ടൊക്കെ നല്ല എണ്ണ ഭംഗിയെന്നറിയോ. പിന്നെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പച്ചക്കറിയും തേനും അത് പിന്നെ നമ്മളൊരു ഹോബിയാണ്. പണ്ട് നമ്മള് ഉപ്പാപ്പുള്ള കാലം മുതൽ നമ്മള് സ്കൂളിൽ പോകുന്നതിനെക്കാട്ടി മുമ്പ് പച്ചക്കറിക്ക് വെള്ളം നനയ്ക്കുക, പച്ചക്കറി നത്തിലൊക്കെ വിട്ടിരുന്നത്. അപ്പൊ ഇവിടെ ആയപ്പോ ഒന്നും കൂടി അത് അതേപോലെ ആ തറവാടിൽ നിലനിൽക്കും. പക്ഷെ അത് ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അത് കൂടി അതിന്റെ ഒരു വലിയ ഭാഗമാണ്. ഇത് തേനീച്ചപ്പെട്ടി ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടല്ലോ. ഇതൊരു ചെറുതേനീച്ചയാണ്. എന്റെ ഈ പൈപ്പിന്റെ ഉള്ളില് ഈച്ച വന്ന് കൂടിയായിരുന്നു. ഞാൻ മെല്ലെ അതിനെ മാഷ് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മളൊരു തേനീച്ച ഗ്രൂപ്പ് ഉണ്ട്. ആ തേനീച്ച ഗ്രൂപ്പ് അഞ്ചരക്കണ്ടിയിൽ ഒരു ഗഫൂർ ഡോക്ടർ, അശോക മാഷ്, രതീശൻ മാഷ് ഇങ്ങനെ ചേർന്നിട്ട് ഒരു 10-50 പേരുകളാണ്. അപ്പൊ എല്ലാ മാസത്തിലും ഞാനിപ്പോ 3 വർഷമായിട്ട് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടുന്ന് ചെറുതേനീച്ചനെ എങ്ങനെ പിടിക്കാന്നുള്ള ക്ലാസ് കിട്ടിയപ്പോ അവിടുന്ന് അവര് പറഞ്ഞതിനനുസരിച്ചിട്ട് ഈ പൈപ്പിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഈ പെട്ടിയിലേക്ക് ആക്കിയതാ. അതിന്റെ എൻട്രൻസ് അതിനെ ഒരു ശല്യം ഉണ്ടാക്കിയില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഇത് ഓപ്പൺ ചെയ്തു. എനിക്കൊരു 1/2 ലിറ്ററോളം ചെറുതേൻ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഇതിന്റെ ബാക്കിലുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി ഒരുപാട് 10-25 സാധാരണ തേനീച്ചപ്പെട്ടിയത് ആണല്ലേ. ഇവിടെ പിന്നെ ഫുഡ് എങ്ങനെയാ? ഫുഡ് കൊടുക്കുമോ? ആ ഫുഡ് നമ്മൾ പ്യുവർ ഹോംലി സ്റ്റൈൽ ഫുഡാണ്. ഹോംലി സ്റ്റൈൽ. നമ്മളിവിടെ ഫ്രിഡ്ജ്, ഫ്രീസർ ഇതൊന്നും നമ്മളില്ല. ഗസ്റ്റ് താമസിക്കാൻ വന്നു കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ചിലുണ്ടോ ഡിന്നറിനുണ്ടോ അപ്പം തന്നെ അവരുടെ ഓർഡർ വാങ്ങിച്ചിട്ട് നേരെ മാർക്കറ്റിൽ പോയി ഫ്രഷ് മീൻ വാങ്ങിക്കാം. അല്ലെങ്കിൽ ചിക്കൻ ഇവിടെ കുറച്ച് ഫാമുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഇഷ്ടത്തിന് വാങ്ങിച്ച് അപ്പം വാങ്ങിച്ചിട്ട് ചെയ്യുന്നത് മാത്രമേ ഏറ്റവും ഫ്രഷ് ഫുഡായിരിക്കും, ഹോംലി ഫുഡും. ഇപ്പൊ ഫാമിലിക്ക് ഒരു ഫാമിലി 4-5 പേര് വന്നാലും 2 പേര് വന്നാലും എല്ലാത്തിനും എല്ലാ സൗകര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സീനറിയാണ്. ഒരു രക്ഷയില്ല. അത് പിന്നെ ഇതെങ്ങനെയാണിത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്? ഒന്നുമില്ല, ഇത് നേരത്തെ ഞാനിങ്ങനെ എന്റെ നാട് ഇവിടെ തന്നെ, ഞാൻ ജനിച്ചോടെ നാട്ടിൽ ഇവിടെ തന്നെ ആയപ്പോ ഈ ഒരു കോർണർ നമ്മുടെ നാട്ടില് എന്നാങ്കാട്ടി മുമ്പേ ഇവിടെ ഇംഗ്ലീഷുകാർ വന്ന് കണ്ടപ്പോ അതിൽ നിന്നൊരു ക്രേസ് ഉണ്ടായിരുന്നു എനിക്ക്. ഈ കോർണർ ഏറ്റവും നല്ല കോർണറായപ്പോ അതിന് ഉപയോഗപ്രദാക്കാനാണ്.
ഇതാണ് ഏറ്റവും അത്യാവശ്യം നല്ല പൊക്കത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ക്ലിഫാണ്, നല്ല വ്യൂ ആണ്. അതുപോലെ ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ വെറുതെ ഇംഗ്ലീഷുകാരുടെ കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ അവരാണ് ഒരുപാട് ടിപ്പ് പറഞ്ഞത് ഇത് ഏറ്റവും നല്ല പോയിന്റ് ആണ്, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സേഷൻ ആണ്, ഡെവലപ്പ്. അപ്പൊ അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ആയത്. ഇതാണ് ഹാരിസ് കായുടെ ജനിച്ചു വളർന്ന വീട്. ഇപ്പം ഫാം ഹൗസ് ആയിട്ട് ആണുള്ളത്. അടിപൊളിയാണ്. ബേക്കിൽ പച്ചക്കറി തോട്ടമുണ്ട്. കഴിഞ്ഞ 28 വർഷമായിട്ട് ഇവൻ എൻ്റെ കൂടെ. ഇവൻ സംസാരിക്കൂല, ഇവൻ്റെ ഭാര്യ സംസാരിക്കൂല, പക്ഷെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകും. ഇവൻ്റെ കലയാണ് ഇത് തേച്ചു. ഇതുപോലെയുള്ള ഫാൻസി വർക്ക്, വെൽഡിങ് ചെയ്യും, അലുമിനിയം ഫാബ്രിക്കേഷൻ, പ്ലംബിങ്, എല്ലാ വർക്കും ഇവൻ ചെയ്യും. ഇത് അതേപോലെ നമ്മുടെ ഗഗൻ, ഇവനാണ് നമ്മളിവിടെ പച്ചക്കറി, കോഴി, നിറയെ ആടുണ്ട്. ആടിപ്പെല്ലാം ഇടയ്ക്കൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. ആടുകളെ നോക്കുന്ന ആളാണ് ഇവർ. അങ്ങനെ ഇതൊരു ഹാപ്പിനെസ് നമ്മുടെ കൂടെ. ഇതന്നെ ഇത് സ്പെഷ്യലാണോ? ഇതാണ് വഴുതിന സ്പെഷ്യൽ. ഉണ്ട വഴുതിന. ഇത് ഞാൻ നിറയെ ഒരു പ്രാവശ്യം വെച്ച് ഇതിൽ നിന്ന് വിത്തുണ്ടാക്കി എടുത്തിട്ടാണ് നിറയെ വെച്ചത്. പലർക്കും ഇതിന്റെ വിത്ത് എടുത്തിട്ടുണ്ട്. ആണല്ലേ? നിറയെ നല്ല മഴക്കാലത്തൊക്കെ ഉണ്ടോ? എല്ലാ സമയത്തും ഉണ്ടാവും. ശരിക്കും എല്ലാ പച്ചക്കറികളും നല്ലത് മഴ കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോ ഈ ജൂണിൽ നമ്മളൊന്നും നടൂല. ഈ നല്ല ശക്തമായ മഴക്കുന്ന മുളക്കുമ്പോൾ തന്നെ ഒടിഞ്ഞു പോയി. ജൂലൈ കഴിഞ്ഞാലാണ് ഇനി വീണ്ടും പച്ചക്കറി ഇതാണ് നമ്മളെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടുംപുറങ്ങളിലെല്ലാം കിട്ടുന്ന ചീരയല്ല, തവര. നല്ല ഹെൽത്തി ഫുഡ്, ഏറ്റവും നല്ല ഹെൽത്തി ഫുഡാണ്. വിറ്റാമിൻസ് കൂടുതലുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ട് അവിടെ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടിട്ട് ഒരു 4-5 എണ്ണം പറിച്ചുകൊണ്ടാന്ന് വെച്ച് അതിൻ്റെ വിത്തെടുത്തതിന് ശേഷം ഞാൻ നിറയെ ഇവിടെ ഒക്കെ ഇടാറുണ്ട്. ആണല്ലേ? ഇഷ്ടംപോലെ എൻ്റെ അടുത്ത് വിത്ത് ഞാൻ അത്യാവശ്യം ആളുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിത്ത് കൊടുക്കുന്നുണ്ടല്ലേ? പിന്നെ എന്തൊക്കെ സാധനങ്ങളുള്ളത്? പിന്നെ എല്ലാ പച്ചക്കറിയും എന്ന് പറഞ്ഞാൽ വെണ്ടക്ക, കോട്ടപ്പയർ, പിന്നെ പ്രത്യേകിച്ച് ചോളം ഉണ്ട് എൻ്റെ അടുത്ത്. ചോളം ആദ്യമായിട്ട് കാണുന്നത്. ചോളം ഞാൻ നമ്മുടെ നാട്ടിലുണ്ടാവില്ലേ? ഒരു വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് കിട്ടും. ആണല്ലേ? നിറയെ ഉണ്ടാക്കും. ഈ ചോളം തന്നെയാണ് ഞാൻ കംപ്ലീറ്റ് പൊടിച്ചിട്ട് എൻ്റെ ഈ കോഴികൾക്ക് കൊടുക്കുന്നത്. ഞാൻ വിൽക്കാൻ കൊടുക്കില്ല. നിറയെ ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണക്കി മുറുക്കി കഴിഞ്ഞാൽ കോഴിക്ക് തേച്ച് തീറ്റാണ്. അതാണ്, വേറെ ഒന്നും കൊടുക്കണ്ടല്ലേ? വേറെ ഒന്നും കൊടുക്കണ്ട. പിന്നെ ഉള്ളത് പപ്പായ ഉണ്ട്, റെഡ് ലേഡി പപ്പായ, നെല്ല് കണ്ടു, കപ്പ കണ്ടു, ചീര, എല്ലാം കുറേശ്ശെ നമ്മൾ സാധാരണ കഴിക്കുന്ന ജനറൽ പച്ചക്കറികളെല്ലാം കുറച്ചായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ഹോബിയായി. തവര ഇത് നമ്മുടെ ആനക്കൊമ്പം വേണ്ട അല്ലേ? ഇത് നമുക്ക് ഈ 2-3 സാധനം ഇവിടെ ഉള്ളത് തന്നിട്ടുണ്ട്. അപ്പൊ വരുന്നവർക്ക് ഉണ്ടെങ്കിൽ തരും അല്ലേ? തീർച്ചയായും. ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഇനി എല്ലാം വിത്തിന് വെച്ചേക്കാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും വിത്ത് വീണ്ടും ആവാം. ഈ വീട് മറ്റേ പണ്ട് ഞാൻ ജനിച്ചു വളർന്ന വീടായത് അല്ലേ? ഇപ്പം താമസിക്കുന്ന അപ്പോഴേ ഞാൻ വേറെ വീട്ടിലാ. അപ്പൊ വർഷങ്ങൾക്ക് മുന്നേ വീട്. അടിപൊളി വീട് വേണം കേട്ടോ. ഇത് പിന്നെ പേരടക്കം എഴുതിട്ട് കൊടുക്കുന്നുണ്ടല്ലേ? ഇതേണ്ട ഹാരിസ് കയുടെ തേന് കണ്ടോ? ബ്രാൻഡ് ഉണ്ട്, ഹാരിസ് ഫാം ഹൗസ്. ഇതിപ്പോ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അടിപൊളി. ഇതെന്നെ ചെറുതനാണോ? സാധാരണ മെക്സിക്കൻ റാണിയാണ് കേരളോട്ട. അങ്ങനെ എല്ലാ ബോക്സിന്റെ മേലെ റാണിമാരുടെ ഇതിന് ക്യൂനാണല്ലോ ഉണ്ടാവുന്നത്. ഇത് കുത്തൊന്നില്ലല്ലേ? കേട്ടോ, എന്നോട് അടുത്ത് നിൽക്കണോ? ഇച്ചിരി മറിയ. ഇപ്പൊ തേന് കഴിഞ്ഞു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തിലാണ് തേനെടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തേന് പറഞ്ഞത്. പിന്നെ ഇതെല്ലാം ഇനിയിപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ പോയി. ഇതിലാണ് തേന് നിറച്ചു വെക്കുന്നത്. ഇതെല്ലാം നമ്മളിനി ഒഴിവാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇവർക്ക് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഫീഡ് ചെയ്യണം. എന്താണ് അവർ മഴക്കാലത്തേക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. ഈ നമ്മളെ പൂക്കാലായ സമയത്ത് ഡിസംബർ കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ബാക്കിയുള്ള 8 മാസത്തേക്ക് അത് നമ്മൾ കട്ടെടുക്കുന്നത്. മഴക്ക് അവർക്ക് കിട്ടൂലല്ലോ. ഇല്ല. ഈ അടിയിലുള്ളതിലാണ് മുട്ടയും റാണിയും ഉണ്ടാവും. ഈ കൂടി അടിയിലായിരിക്കുമല്ലോ. അടിയിൽ റാണി ഉണ്ടാവുള്ളൂ. ഈ ബോക്സിലാണ് റാണി ഉണ്ടാവുക. ഈ ഈച്ചൻ്റെ മുട്ടകൾ മേലത്തത് തേനിന് വേണ്ടിയിട്ട് മാത്രം വെക്കുന്നത്. കിട്ടിയില്ലേ?
അതെ, മുള്ളുണ്ടോ? ഓക്കെ, അങ്ങനെ തേനീച്ചയുടെ കുത്തും കിട്ടി. പിന്നെ എന്താണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അടിപൊളിയാണ് കോഴികൾ, അലങ്കാര കോഴികളൊക്കെയാണ്, നല്ല രസമാണ് കാണാനൊക്കെ. പിന്നെ എന്നാ ഒരു വില്ലേജ് ഫീലിംഗ് ആണ്, ഒരു റിസോർട്ടിൽ വന്ന ഫീലിംഗ് അല്ല, നമുക്ക് ഒരു വില്ലേജ് മൊത്തത്തിലെന്തോ ഫുള്ളെന്തോ നമുക്ക് കിട്ടിയതുപോലത്തെ ഇതാണ്. സീനറി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല, കടലിൻ്റെ സൈഡിൽ പോയിരിക്കാം, അങ്ങനെ ക്രൗഡൊന്നുമില്ല. പിന്നെ ഹാരിസ്കായുടെ നിറപുഞ്ചിരിയോടെയുള്ള ആ വർത്തമാനം കണ്ടാൽ തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കാൻ തോന്നും. അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, ഇനിയും വരുന്നുണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പം കാണുന്നവർ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോവുക, ഹോം സ്റ്റേയിലൊക്കെ വന്നിട്ട് പോവുക. ഞാൻ എന്തായാലും ഇനിയും വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.